മക്കളെ, അപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ്, ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ടുള്ള എന്ന ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചില്ലേ. അപ്പോൾ അതിൽ കുറേ അധികം കണ്ടന്റുകൾ നമ്മൾ പഠിച്ചു. പക്ഷേ ഇതെല്ലാം നമുക്ക് എക്സാമിന് ആവശ്യമാണോ? അല്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും സിമ്പിളായ രീതിയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പഠിച്ചാലോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അങ്ങനെ പഠിക്കാനായിട്ട് പോവുകയാണ്. യെസ്, അപ്പോൾ എന്താണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാപ്റ്റർ ആദ്യമേ തന്നെ ചെയ്യുന്നത് എന്താണ്, അതായത് ആർക്കിയോളജിസ്റ്റുകൾ ഹ്യൂമൻ ഹിസ്റ്ററിനെ പല കാലഘട്ടമായിട്ട് തിരിച്ചിരിക്കുകയാണ്. നമ്മൾ ഉപയോഗിച്ചിരുന്ന വെപ്പൺസ് അനുസരിച്ച്, ടൂൾസ് ഒക്കെ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പല കാലഘട്ടമായിട്ട് തിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ്? സ്റ്റോൺ ഏജിൽ തന്നെ 3 വരുന്നുണ്ട്. പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. ഇവിടെ വരുമ്പോൾ ശിലായുഗം എന്ന് പറയുമ്പോൾ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. ഓക്കെ, അതിനുശേഷം എന്താണ് വരുന്നത്? മെറ്റൽ ഏജ്, ബ്രോൺസ് ഏജ്, അയൺ ഏജ്. ഓക്കെ, അതായത് വെങ്കലയുഗവും ഇരുമ്പ് യുഗവും. ഇങ്ങനെ പല കാലഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ട് ഈ ഓരോ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്തൊക്കെയെന്നാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യാം, നമുക്ക് ഓരോന്ന് സിംപ്ലിഫൈ ചെയ്ത് എന്താണ് ഓരോ കാലഘട്ടത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ അവിടുന്ന് ഏത് രീതിയിലാണ് എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ എഴുതേണ്ടത് എന്ന രീതിയിൽ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഓരോ കാലഘട്ടത്തെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, പാലിയോലിത്തിക് ഏജിനെ കുറിച്ച് നോക്കാം. അല്ലെങ്കിൽ സ്റ്റോൺ ഏജിൽ 3 കാലഘട്ടമാണ്: പാലിയോലിത്തിക്, മെസോലിത്തിക് ആൻഡ് നിയോലിത്തിക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് പ്രത്യേകത സ്റ്റോൺസ് ആണ് ഉപയോഗിച്ചിരുന്നത്, കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്, ശില അല്ലെ, കല്ലുകൾ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തെയാണ് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തേതാണ് ഏത്? പാലിയോലിത്തിക് ഏജ്. ഓക്കെ, പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യന്മാർ എങ്ങനെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്? അവർ നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫൊക്കെ ആയിരുന്നില്ല. അവരെന്തുണ്ട്, പല സ്ഥലങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു, പല സ്ഥലങ്ങളിലൂടെ ഒരു നാടോടി ജീവിതമായിരുന്നു. പല സ്ഥലത്തും നമ്മൾ മൃഗങ്ങളെ കൊല്ലുന്നു, വേട്ടയാടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യന്മാർ എങ്ങനെയായിരുന്നു ജീവിച്ചത്. അപ്പോൾ ടൂൾസ് ഒന്നും ഇല്ല, ജസ്റ്റ് കല്ലുകളൊക്കെ വെച്ചാണ് ഇവർ എന്ത് ചെയ്യുന്നത്, മൃഗങ്ങളെ കൊല്ലുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് അത് വെച്ച് അവർ ടൂൾസൊക്കെ വെപ്പൺസ് ഒക്കെ എന്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ അതാണ് ആദ്യ ഒരു കാലഘട്ടം. അപ്പോൾ ഇതേ കാര്യം പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ്, എന്താണ്, പരുക്കൻ കല്ലുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവർ താമസിക്കുന്ന എവിടെയായിരുന്നു? ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലുമാണ്. കാരണം വീടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലുമാണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മെയിൻ ആയിട്ട് ഇവരെന്താ ചെയ്യുന്നത്, ഹണ്ടിങ് ആൻഡ് ഗ്യാദറിങ് ആയിരുന്നു ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഒക്കുപേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മൃഗങ്ങളെ വേട്ടയാടുന്നു, അതുപോലെ പഴങ്ങളോ കാര്യങ്ങളോ ഒക്കെ ശേഖരിച്ചു, ഇങ്ങനെയൊക്കെയാണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, പുരുഷന്മാരാണ് ഒരുപക്ഷെ എന്താ വേട്ടയാടാനായിട്ട് പോകുന്നത്, സ്ത്രീകൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, അവർ പഴങ്ങൾ ശേഖരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്ത്രീകൾ എൻഗേജ്ഡ് ആയിട്ടിരുന്നത്. ദെൻ അതിനുശേഷം ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങൾ ആയിരുന്നു സമൂഹത്തിന്റെ അടിസ്ഥാന ഘട്ടം. ഓരോ ഗ്രൂപ്പ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മൃഗങ്ങളെ വേട്ടയാടാനൊക്കെ പോകുന്നത്. അതിനാണ് ബാൻഡുകൾ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ദെൻ നമ്മൾ പറഞ്ഞ പോലെ ഫുഡ് ഒന്നും സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല, മൃഗങ്ങളെ വേട്ടയാടുന്നു, വേണ്ട കാര്യങ്ങൾ ശേഖരിക്കുന്നു, കഴിക്കുന്നു. ഓക്കെ, അല്ലാണ്ട് എന്ത് ചെയ്യുന്നു, ഇന്നത്തെ പോലെ ഫ്രിഡ്ജിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പരിപാടിയൊന്നും അന്നില്ലായിരുന്നു. ആൻഡ് ദെൻ നൊമാഡിക് ലൈഫ് ആയിരുന്നു അല്ലെ. അവരെന്താണ്, നാടോടി ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം നൊമാഡിക് ലൈഫ് ആയിരുന്നു അവരുടെ ജീവിത രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പാലിയോലിത്തിക് ഏജ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പ്രാചീന ശിലായുഗം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യന്മാർ എങ്ങനെയായിരുന്നു ജീവിച്ചതെന്ന് ഓർക്കുക. ഒരു 4 പോയിന്റ് ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ. അങ്ങനെയെങ്കിൽ അടുത്ത കാലഘട്ടത്തിലോട്ട് മെസോലിത്തിക് ഏജിലോട്ട് കടന്നപ്പോൾ എന്തായിരുന്നു മെസോലിത്തിക് ഏജിന്റെ പ്രത്യേകത? ഓക്കെ, അപ്പോൾ മെസോലിത്തിക് ഏജിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്? അപ്പോൾ നോക്കുക, അപ്പോൾ പ്രാചീന ശിലായുഗത്തിൽ എന്ന് പറയുമ്പോൾ എന്താ, അവർ കുറച്ചുകൂടി സ്റ്റോൺസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ടൂൾസ് ആക്കാനായിട്ട് തുടങ്ങി അല്ലെ. ചെറിയ ചെറിയ കല്ലുകളാക്കി പല ഷേപ്പിലേക്ക് ആക്കി അവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. സോ മെസോലിത്തിക് ഏജിൽ അവരെന്താ, സ്മോൾ ടൂൾസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൈക്രോലിത്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, യൂസ് ഓഫ് മൈക്രോലിത്സ് എന്നാണ് പറയുന്നത്. മൈക്രോലിത്തിൽ അല്ലെങ്കിൽ സൂക്ഷ്മ ശിലായുധങ്ങളുടെ ഉപയോഗമായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിലായപ്പോൾ നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഈ കാലഘട്ടം ആയപ്പോഴത്തേനും നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മൃഗങ്ങളെ ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി. അതുപോലെ മെയിനായിട്ട് ഇവർ ഫിഷിങ്, ഓക്കെ, മത്സ്യബന്ധനത്തിലോട്ട് കിടക്കുന്ന മെസോലിത്തിക് ഏജിലോട്ടാകുമ്പോഴാണ്. ഓക്കെ, എന്താണ് ആ ഫിഷിങ് തുടങ്ങിയ ആക്ടിവിറ്റീസിലോട്ട് ഇവർ കിടക്കുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ നാടോടി ജീവിതത്തിൽ നിന്ന് മാറി കുറച്ചുകൂടെ വിനോദങ്ങളിലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇവരെ ഏർപ്പെടാനായിട്ട് തുടങ്ങി. സോ അതാണ് മെസോലിത്തിക് ഏജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യൂസ് ഓഫ് മൈക്രോൽസ്, വെരി സ്മോൾ ടൂൾസ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഇൻഡിക്കേഷൻ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ദെൻ ഹണ്ടിങ്, ഗ്യാദറിങ്, അതുപോലെ എന്തുണ്ട്, ഫിഷിങ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. എന്താണ്, ഫിഷിങ് ഇതിലോട്ട് ഇവർ കിടക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. മൃഗങ്ങളെ വളർത്തുന്നതിന്റെ സൂചനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മീൻപിടുത്തവും ഉപജീവന മാർഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദെൻ എന്താണ്, ഡിവിഷൻ ഓഫ് ലേബർ ബേസ്ഡ് ഓൺ ദ ജെൻഡർ അല്ലെ, ജെൻഡർ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്,
അത് ഓരോരോ ജോലികൾ, സ്ത്രീകൾ ഈ ജോലി, പുരുഷന്മാർ ഈ ജോലി, അങ്ങനെ ഒരു ഡിവിഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. ആൻഡ് അമ്യൂസ്മെന്റ്, വിനോദ പ്രവർത്തനങ്ങളിലേക്ക് ഇവര് ഏർപ്പെടാനായിട്ട് തുടങ്ങി. സോ അതാണ് മെസോലിത്തിക് ഏജിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ നോക്കാം. അപ്പൊ പാലിയോലിത്തിക് ഏറ്റവും പ്രാചീന കാലഘട്ടം, ദെൻ മെസോലിത്തിക് ഏജിലോട്ട് വന്നു. അതിനുശേഷം അടുത്ത ഏജിലോട്ട് ഇവർ കിടക്കുകയാണ്. അടുത്തതാണ് നിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ നവീന ശിലായുഗം എന്ന് പറയുന്നു. അപ്പൊ ഇതിന് നവീന ശിലായുഗത്തിലോട്ടാകുമ്പോൾ എന്താണ് പ്രത്യേകത? കുറച്ചുകൂടി ഒരു സെറ്റിൽഡ് ലൈഫാണ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ എന്താണ് സെറ്റിൽഡ് ലൈഫിലോട്ട്, അതായത് സെറ്റിൽഡ് ലൈഫ് ആകുമ്പോൾ എന്ത് കാണും? കൃഷിയിലോട്ടൊക്കെ ഇവർ കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ മൃഗങ്ങളെ ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? കൃഷിയിലോട്ട് കിടക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണെന്ന് ഓർത്തിരിക്കുക. ഏത് കാലഘട്ടത്തില്? നിയോലിത്തിക് ഏജിൽ. അപ്പൊ എന്തുകൊണ്ടാണ് കൃഷിയിലോട്ട് നടന്ന ഒരു സെറ്റിൽഡ് ലൈഫ് നിയോലിത്തിക് ഏജിലോട്ട് അവർ കടന്നത് എന്നായിരിക്കാം എക്സാമിന് നിയോലിത്തിക് ഏജ് ബേസ് ചെയ്ത് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, അവർ എന്ത് ചെയ്യുന്നുണ്ട്? മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നു, അതുപോലെ സെറ്റിൽഡ് ലൈഫ്, ഓക്കെ, ഒരു വീടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, കൃഷിയിലോട്ടും കിടക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ? ഒന്നാമത്തെ കാരണം പോപ്പുലേഷൻ അല്ലെ, പോപ്പുലേഷൻ വളരെയധികം കൂടാനായിട്ട് തുടങ്ങി. അപ്പൊ പോപ്പുലേഷൻ കൂടി കഴിയുമ്പോൾ എന്താ? ഈ മൃഗങ്ങളെ വേട്ടയാടുന്നതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യുന്നില്ല? ഭക്ഷണം തികയുന്നില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ എവിടെ നിന്ന് കൃഷിയിലോട്ട് കടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മനുഷ്യ അധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണം, അതായത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെന്റ് ഇൻക്രീസ് ചെയ്തു. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? കൃഷിയിലോട്ട് കടക്കുകയാണ് ചെയ്യുന്നത്. പല സ്ഥലത്ത് സെറ്റിലായി ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൃഷിയിലോട്ട് കടക്കുകയാണ്. ദെൻ കോംപ്ലക്സ് സോഷ്യൽ ഓർഗനൈസേഷൻ, സങ്കീർണമായ സാമൂഹിക സംഘടനകൾ വന്നപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? നമുക്കൊരു കൃഷി അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസിന് തന്നെ ഒരു സെറ്റിൽഡ് ലൈഫ് അവിടെ ആവശ്യമായിട്ട് വന്നു. ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ ഷോർട്ടേജ് വന്നു. ഇത് തികയുന്നില്ല. മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വരാതെ വന്നപ്പോൾ നമ്മൾ എന്തുണ്ട്? കൃഷിയിലോട്ട് പിന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അല്ലേ പാല്, മുട്ട തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ വന്നപ്പോഴത്തേന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സെറ്റിൽഡ് ലൈഫിലോട്ട് കിടക്കുകയാണ്. ചേഞ്ച് ഇൻ ദ ടെക്നോളജി അല്ലെ, ഏറ്റവും ആദ്യ കാലത്ത് നമ്മൾ വെറുതെ കല്ലുകൾ ഉപയോഗിച്ചു. ദെൻ മെസോലിത്തിക് ഏജ് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്മോൾ ടൂൾസ് എങ്ങനെ ഉപയോഗിച്ചെന്ന് പറയുന്നു. ദെൻ നിയോലിത്തിക്കിലോട്ട് ഏജിലോട്ട് ആകുമ്പോഴത്തേന് എന്ത് ചെയ്യുന്നത്? കുറച്ചുകൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസിലൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. മൃഗങ്ങളുടെ അല്ലെ നമ്മൾ കാണുന്നുണ്ട്, മൃഗങ്ങളുടെ ബോർഡ്സ് ഒക്കെ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? പല പല ടൂൾസ് ഒക്കെ നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ കൃഷിക്ക് ആവശ്യമായ ടൂൾസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്ത് തുടങ്ങി? പതിയെ നിർമ്മിച്ചു തുടങ്ങി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൃഷിയിലോട്ട് കടക്കുകയാണ് ചെയ്യുന്നത്. സോ നിയോലിത്തിക് ഏജിന്റെ പ്രത്യേകത ഒരു സെറ്റിൽഡ് ലൈഫിലോട്ട് കടക്കുകയാണ്. ഒരു അഗ്രികൾച്ചറിലോട്ട് നമ്മൾ കടക്കുന്നത് എവിടെയാണ്? നിയോലിത്തിക് ഏജിലാണ്. ഓക്കെ, അപ്പൊ ഇത് മൂന്നെണ്ണമാണ് മെയിൻ ആയിട്ടുള്ള ഏജസ്. അതുകൊണ്ട് അവസാനിച്ചോ. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് നമുക്കുള്ളൂ. ഒന്നത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. നിയോലിത്തിക് ഏജ് കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് മെറ്റൽ ഏജ്. മെറ്റൽ ഏജിന്റെ പ്രത്യേകത ഇത്രേ ഉള്ളൂ. എന്താണ്? മെറ്റൽസ് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏറ്റവും ആദ്യം മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന മെറ്റൽ ഏതായിരുന്നു? കോപ്പർ ആയിരുന്നു മനുഷ്യൻ ഏറ്റവും ആദ്യം ഉപയോഗിച്ചില്ല. ചെമ്പായിരുന്നു മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം എന്താ? ഇതിന് ഡ്യൂറബിലിറ്റി ഉണ്ട്, ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാം. പിന്നെ എന്താണ്? പല ഷേപ്പിലോട്ട് നമുക്ക് ഇത് മാറ്റാൻ പറ്റും അല്ലെ. മെറ്റലാകുമ്പോൾ പല ഷേപ്പിലോട്ട് അടിച്ച് വരുത്തേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോണിൽ നിന്ന് മാറി പതിയെ മെറ്റൽസ് ഉപയോഗിച്ച് തുടങ്ങി. അതാണ് മെറ്റൽ ഏജ്. ആദ്യം ഉപയോഗിച്ച മെറ്റൽ ഏതാണ്? കോപ്പറാണ്. അത്രയും കാര്യം അവിടെ ഓർത്തിരിക്കുക. ഓക്കെ, അതിനുശേഷം അടുത്ത വരുന്നതാണ് ചാലിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ താമ്രശിലായുഗം എന്ന് പറയും. എന്താണ് അതിന്റെ പ്രത്യേകത? വളരെ സിമ്പിളാണ്. സ്റ്റോൺസും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മെറ്റൽസ് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തെയാണ് ചാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റോൺ ഏജ് പഠിച്ചു, മെറ്റൽ ഏജ് പഠിച്ചു, ചാലിയോലിത്തിക് ഏജ് എന്ന് ഇത് രണ്ടും കൂടെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം. ദ പീരിയഡ് വെൻ കോപ്പർ ടൂൾസ് വെർ യൂസ്ഡ് അലോങ് വിത്ത് ദ സ്റ്റോൺ ടൂൾസ്. എന്ത് ചെയ്യുന്നുണ്ട്? കോപ്പർ ടൂൾസിലൂടെ സ്റ്റോൺ ടൂൾസ് കൂടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തെ എന്തെന്ന് വിളിക്കുന്നു? ചാലിയോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നു. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഒരു തവണ ഒന്ന് കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ മറന്നു പോകത്തില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിനുശേഷം അടുത്ത കാലഘട്ടത്തിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ബ്രോൺസ് ഏജ് അല്ലെങ്കിൽ വെങ്കല യുഗം എന്ന് പറയുന്നു. എന്താണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത? ജസ്റ്റ് പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഇവിടെ ഒറ്റ വേർഡ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, അർബനൈസേഷൻ. എന്താണ്? നഗരവത്കരണം. അതായത് നമ്മൾ കൃഷിയിൽ നിന്നൊക്കെ മാറി എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാത്ത ആക്ടിവിറ്റീസിലോട്ട്, ട്രേഡ് ആയിക്കോട്ടെ, വ്യാപാരം ആയിക്കോട്ടെ, ഹാൻഡിക്രാഫ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസിലോട്ട് കടക്കാൻ തുടങ്ങിയത് ഈ പറയുന്ന ബ്രോൺസ് ഏജിലാണ് അല്ലെങ്കിൽ വെങ്കല യുഗത്തിലാണ്. അപ്പൊ ഇത്ര ഓർത്തിരുന്നാൽ മതി. എന്താണ് വെങ്കല യുഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അർബനൈസേഷൻ, നഗരവത്കരണം. കൃഷിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പതിയെ നഗരങ്ങളൊക്കെ ഡെവലപ്പ് ആകാനായിട്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ സ്ട്രീറ്റുകൾ വരുന്നു, ആൻഡ് ദെൻ ഡ്രെയിനേജ് ഫെസിലിറ്റീസ്, പുതിയ ഹൗസുകൾ ബിൽഡ് ചെയ്തു. അങ്ങനെയുള്ള ഒരു ഡെവലപ്മെന്റ് വന്ന് തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണ്? ബ്രോൺസ് ഏജിലാണ് അല്ലെങ്കിൽ വെങ്കല യുഗത്തിലാണ് എന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. വേർഡ് ഓർത്തിരുന്നാൽ മതി, അർബനൈസേഷൻ അല്ലെങ്കിൽ നഗരവത്കരണം. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ ബ്രോൺസ് ഏജിലാണ് എന്താ നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ ഒക്കെ നടക്കുന്നത്. ഇന്ത്യയിലെ ഹാരപ്പൻ സിവിലൈസേഷൻ ഒക്കെ ഈ ഒരു ബ്രോൺസ് ഏജിൽ നടന്ന സിവിലൈസേഷൻ ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അതും വളരെ ഈസി ആയിട്ട് നമ്മൾ പഠിച്ചു. അങ്ങനെ ഏറ്റവും ലാസ്റ്റത്തെ കാലഘട്ടമാണ് വേദിക് ഏജ്. വേദിക് ഏജ് എന്ന് പറഞ്ഞാൽ എന്താ? വേദങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തത്?
പല പല ഗുഹകളിലൊക്കെയാണ്. അപ്പം അവിടെ നിന്നിട്ട് നമ്മൾ ചിത്രങ്ങൾ വരച്ച് വെക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് കണ്ടത്. വേദിക് ഏജ് ആയപ്പോഴത്തേനും എന്താണ് നമ്മുടെ ലാംഗ്വേജ് ഒക്കെ ഡെവലപ്പ് ആയി, നമ്മൾ വേദങ്ങളൊക്കെ രചിക്കാനായിട്ട് തുടങ്ങി. സോ അത്രയും ഒരു ഡെവലപ്മെന്റിലോട്ട് വന്നു എവിടെ, വേദിക് ഏജിൽ വന്ന സമയത്ത്. ഓക്കെ, വേദങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് വേദിക് ഏജ്. ആൻഡ് ദെൻ ലാംഗ്വേജസ് ഒക്കെ വന്നു അല്ലേ. ദേ സ്പോക്ക് എ ലാംഗ്വേജ് ദാറ്റ് ബിലോങ് ടു ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജ്. ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിൽപ്പെട്ട ഫാമിലിപ്പെട്ട ലാംഗ്വേജസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത്ര കാര്യം ഓർത്തിരിക്കുക. വേദിക് പീരീഡിൽ 2 കാലഘട്ടമുണ്ട്, ഏർലി വേദിക് പീരീഡിലും ലേറ്റ് വേദിക് പീരീഡിലും. അപ്പൊ എന്താ, വേദങ്ങൾ രചിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞല്ലേ ഏത് കാലഘട്ടത്തിൽ, വേദിക് കാലഘട്ടത്തിൽ. അപ്പൊ ഏർലി വേദിക് പീരീഡിൽ രചിച്ചതാണ് ഇത് ഋഗ് വേദ എന്ന് പറയുന്നത്. ഏതാണ്, ഋഗ് വേദ. ലേറ്റർ വേദിക് പീരീഡിൽ രചിച്ച ഏതാണ്, ലേറ്റർ പീരീഡിൽ രചിച്ചതാണ് യജുർവേദ, സാമവേദ, അധർമ്മവേദ. ഓക്കെ, ഇതൊക്കെ ഏതാണ്, ലേറ്റർ വേദിക് പീരീഡിൽ രചിച്ചതാണ്. അപ്പൊ 2 കാലഘട്ടം ഉണ്ടായിരുന്ന വേദിക് പീരീഡ്, ഏർലി വേദിക് പീരീഡും ആൻഡ് ദെൻ ലേറ്റർ വേദിക് പീരീഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. യെസ്, അപ്പൊ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്താൽ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് കുറേ അധികം കണ്ടന്റുള്ള ഏറ്റവും സിമ്പിളായ രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചാൽ ഈ ചാപ്റ്റർ ഏകദേശം നിങ്ങളൊരു 90% പോർഷൻ പഠിച്ച് കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അടിപൊളിയായിട്ട് പഠിക്കുക. അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.